നമസ്കാരം. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും എന്ന് ഉറപ്പായതോടുകൂടി സമാധാനത്തെക്കുറിച്ച് സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ അയൽ രാജ്യങ്ങളുമായും സമാധാന ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് മുംതാസ് സെഹ്റ ബലോച്ച് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. സഹകരണ ബന്ധങ്ങൾ വേണമെന്നും സമാധാനപരമായ സംവാദത്തിന്റെ സഹായത്തോടുകൂടി എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജമ്മു കശ്മീർ പോലുള്ള പ്രധാനപ്പെട്ട തർക്കം ഉൾപ്പെടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ അതിനായി സമാധാന ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ സമാധാനം നിലനിർത്തുന്നതിലാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ നേട്ടങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സമാധാനം നിലനിർത്താനും ചർച്ചകൾ മുന്നോട്ട് പോകാനും ദീർഘകാല തർക്കങ്ങൾ പരിഹരിക്കാനും ഇന്ത്യ നടപടികൾ കൈക്കൊള്ളും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് മുംതാസ് സെഹ്റ ബലോച്ച് വാർത്താ സമ്മേളനത്തിനിടയിൽ പറഞ്ഞിരിക്കുന്നത്. മോദി മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്തുമ്പോൾ നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ജമ്മു കാശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ പാകിസ്ഥാന്റെ വ്യവസായ മന്ത്രി അടക്കം പറഞ്ഞിരുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാരം പുനഃസ്ഥാപിക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വന്നതിന് ശേഷം മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായതോടുകൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയുമായി ഒരു അനുനയത്തിൽ പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ വളരെ ദ്രുതഗതിയിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.